നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. ചേലക്കര ഉൾപ്പെടെയുള്ള മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ കൊക്കോ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു. മലയണ്ണാൻ, വെരുക എന്നിവ കൊക്കോ കായകൾ വ്യാപകമായി നശിപ്പിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത്. രൂക്ഷമായ വന്യമൃഗശല്യം കാരണം ചേലക്കര, പഴയന്നൂർ, എളനാട്, തിരുവില്ലാമല മേഖലയിലെ കൊക്കോ കർഷകർ പൊറുതിമുട്ടി കൃഷി ഉപേക്ഷിക്കുന്നതായി റിപ്പോർട്ട്. മലയണ്ണാൻ, അണ്ണാൻ, വെരുക എന്നിവയുടെ ശല്യം കാരണം കർഷകർക്ക് കൃഷി തുടരാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കൊക്കോ മൂക്കാൻ സമയം കൊടുക്കാതെ വളരെ ചെറിയ കായകൾ പോലും ഇവ തുരന്ന് നശിപ്പിക്കുകയാണ്. വലിയ അധ്വാനമെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർ കായ പറിക്കാനെത്തുമ്പോൾ പലപ്പോഴും പുറന്തോട് മാത്രമാണ് കാണുന്നത്. മേഖലയിൽ തെങ്ങിനും റബ്ബറിനും ഇടവിളയായി കൊക്കോ കൃഷി ചെയ്തിരുന്ന നിരവധി കർഷകർ ഉണ്ടായിരുന്നുവെങ്കിലും വന്യമൃഗശല്യം കാരണം പകുതിയിലധികം പേരും മരങ്ങൾ മുറിച്ചുമാറ്റി. മിഠായികൾ, കേക്കുകൾ, ഐസ്ക്രീമുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് കൊക്കോ അത്യാവശ്യ ഘടകമാണ്. കൊക്കോ കുരു പറിച്ച ശേഷം 3 ദിവസം വലച്ചാക്കുകളിൽ കെട്ടിവെച്ച് ജലാംശം വറ്റിച്ചാണ് ഉണക്കി മാർക്കറ്റിലെത്തിക്കുന്നത്. നിലവിൽ കിലോയ്ക്ക് 450 രൂപ ലഭിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 1000 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു. കുരു എടുത്ത ശേഷം ലഭിക്കുന്ന തൊണ്ടുകൾ പശുക്കൾക്ക് കാലിത്തീറ്റയായി നൽകുന്നത് പാൽ ഉൽപാദനം കൂട്ടാനും കൊഴുപ്പ് വർദ്ധിപ്പിക്കാനും ഉപകാരപ്രദമാണ്. ഒരു മരത്തിൽ നിന്ന് ശരാശരി 10 കിലോ കൊക്കോ കുരു വരെ ലഭിക്കാറുണ്ട്. കുറഞ്ഞ പരിചരണം മതി എന്നതായിരുന്നു ഈ മേഖലയുടെ സവിശേഷത. വളരെ ലാഭകരമായ ഈ മേഖലയിൽ നിന്ന് മൃഗാധിപത്യം മൂലം കർഷകർ കൊഴിഞ്ഞു പോവുകയാണ്. കർഷകന് ആവശ്യമായ സഹായങ്ങൾ അധികൃതർ ഇനിയെങ്കിലും നൽകിയില്ലെങ്കിൽ മറ്റ് കാർഷിക വിളകൾ കൃഷി ചെയ്തിരുന്നവരെ പോലെ കൊക്കോ കൃഷി മേഖലയിൽ നിന്നും കൂട്ടമായ പലായനമായിരിക്കും ഉണ്ടാകുകയെന്ന് കൊക്കോ കർഷകനായ രാമചന്ദ്രൻ നായർ പറയുന്നു. ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് കൊക്കോ. പക്ഷേ കഴിഞ്ഞ മാർച്ചിലൊക്കെ 900 രൂപ വില വന്നതാണ്. മുഴുവൻ ഈ എന്താ പറയുക, മെരുക്, മലയണ്ണാൻ, അണ്ണാൻ ഇതൊക്കെ തിന്നിട്ടൊന്നും കിട്ടാതെയായി. ഒരു മരത്തുനിന്നൊരു 10 കിലോ വരെ ഒരു വർഷത്തിൽ കിട്ടും കൊക്കോന്. റബ്ബറിൻ്റെ ഇടയിൽ ഇടവിളാക്കി പറ്റിയൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. നനയ്ക്കാനും കൂടി സൗകര്യം ഉണ്ട്. ഈ നല്ല ആദായമുള്ളൊരു വിളയാണ്. കാട്ട് മൃഗങ്ങളെ കൊണ്ട് വന്യജീവികളെ കൊണ്ടും അത് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് പേര് ഇവിടെ കൃഷി ചെയ്തിരുന്നതാണ്. അത് ഇവിടെ മാർക്കറ്റില്ല. ഇവിടെ എന്താ വണ്ടി വന്നിട്ട്, എറണാകുളത്ത് നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. അവിടേക്ക് അത് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കൊണ്ടുപോയി കൊടുക്കലാണ് പതിവ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ മൃഗങ്ങളുടെ ശല്യം കാരണം കൊണ്ട്, മലയണ്ണാൻ്റെയും ഈ മെരുകിൻ്റെയൊക്കെ ശല്യം കൊണ്ട് എല്ലാവരും വെട്ടി ഒഴിവാക്കി.